എല്ലാവർക്കും ലൈഫ് ടൈം ജെംസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വെച്ചൊരു പൊരി, ചക്കപ്പൊരി, പഴംപൊരി പോലെ ഒരു ചക്കപ്പൊരി. ഈ ചക്ക ഇങ്ങനെ തിന്നാൻ കൊടുക്കാൻ പറ്റില്ല, അവന് ഭയങ്കര ഇഷ്ടം അവിടെ ചക്ക മോന്. അപ്പോൾ അതങ്ങനെ കൊടുക്കണ്ടല്ലോ, നമുക്കൊന്ന് പൊരിച്ച് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മൈദമാവ് വേണം, പിന്നെ അതിലേക്ക് 2-3 ടീസ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ അത്. അപ്പോൾ നമ്മളെ ചാനൽ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ എല്ലാവരും. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടണൊക്കെ ഒന്ന് അമർത്തി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് മാവ്. പഞ്ചസാരയൊക്കെ നല്ലോണം അലിയണ്ടേ. അപ്പം മാവ് ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എള്ള് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം എള്ള് ഇങ്ങനെ അതിൽ കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലൊരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ മാവും ചക്കപ്പഴവും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതിൽ മുക്കിയിട്ട്, മൈദയിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മീഡിയത്തിലാക്കി വെക്കണം. അങ്ങനെ ഇത് ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് വെക്കാം. ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊന്ന് ആ ഭാഗം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിനെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാത്തിനും നാലും കൂടി കൂട്ടി പിടിച്ച് കിടക്കുകയാണ്. മൈദ ആയതുകൊണ്ട് ഇങ്ങനെ ഒട്ടി പോകുമല്ലോ. പിന്നെ ആ ഭാഗം നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ടിട്ട് ആ ഭാഗം ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ കോരിയെടുക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞങ്ങളിവിടെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ ചക്കപ്പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ.